പുതിയ 4 ലേബർ കോഡ് കൊണ്ടുവരുന്നതടക്കം കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് 8 മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിൽ പൂർണ്ണമാണ്. സ്വകാര്യ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല. കെഎസ്ആർടിസി പണിമുടക്കില്ലെന്ന് മന്ത്രി അറിയിച്ചെങ്കിലും ചുരുക്കം ചില ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇപ്പോൾ പണിമുടക്കുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. സംയുക്ത തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമാണ്. മിക്കവാറും മേഖലകളിലൊന്നും സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങുന്നില്ല. കെഎസ്ആർടിസി ബസ്സുകൾ വളരെ ചുരുക്കമായി മാത്രം, ദീർഘദൂര ബസ്സുകൾ മാത്രമാണ് കുറച്ചെങ്കിലും സർവീസ് നടത്തുന്നത്. മിക്കവാറും സർവീസുകൾ മുടങ്ങിയ അവസ്ഥയിലാണ്. യാത്രക്കാർ എന്തായാലും പൂർണ്ണമായി ദുരിതത്തിലാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ആദ്യം ചേരുന്നു. നവമി, എന്താണിപ്പോൾ 9:30 പൊതുവെ കൊച്ചി നഗരത്തിൽ ഏറ്റവും തിരക്കേറുന്ന ഒരു സമയമാണ്. ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നവമിക്ക് പിന്നിൽ കാണാം. എങ്ങനെയൊക്കെയാണ് ഈ പണിമുടക്ക് കൊച്ചിയിൽ പുരോഗമിക്കുന്നത്? ശ്രീജ, ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് ഇടതനുകൂല സംഘടനകളുടെ സംയുക്ത സമരമാണ്, പ്രതിഷേധ മാർച്ചാണ് കാണുന്നത്. ഇത് ഹൈക്കോർട്ടിൽ നിന്നും BSNL ഓഫീസിലേക്കാണ് ഈ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്കറിയാം 1000-ലധികം ആളുകളാണ് ഈ സമരത്തോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന CN മോഹൻ ചേരുന്നുണ്ട്. എന്നാലും ഇത് കഴിഞ്ഞ ശേഷം ഈ പ്രതിഷേധം അവിടെ BSNL ഓഫീസിലേക്ക് എത്തിയതിനു ശേഷം പ്രതികരിക്കാമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. വലിയൊരു പ്രതിഷേധം തന്നെയാണ് എറണാകുളം ജില്ലയിൽ നടക്കുന്നത്. നമ്മൾ രാവിലെ കണ്ടതായിരുന്നു KSRTC സർവീസ് നടത്താൻ അനുവദിക്കാതെ, കോഴിക്കോടേക്കുള്ള ലോ ഫ്ലോർ ബസിന്റെ സർവീസ് നടത്താൻ അനുവദിക്കാതെ പ്രവർത്തകർ തടഞ്ഞു വെക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും സൗത്ത് ബസ് സ്റ്റാൻഡിൽ ഇപ്പോഴും ബസ് തടഞ്ഞ് നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് CITU നേതാക്കൾ ഉൾപ്പെടെയുള്ള CITUവിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ വലിയ പ്രതിഷേധ ജാഥ തന്നെയാണ് BSNL ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഉദ്ഘാടനം അടക്കം ഉണ്ടാകുക. കൊച്ചി നഗരത്തിലേക്ക് വന്നാൽ സ്വകാര്യ വാഹനങ്ങളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. ഈ ബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ അത്യാവശ്യ സർവീസുകളൊക്കെ നടക്കുന്നുണ്ട്. ചില കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇന്ന് പ്രവർത്തിക്കുന്ന ദിവസമായതിനാൽ അങ്ങോട്ടേക്കൊക്കെ ആളുകൾ പോകുന്ന സാഹചര്യമാണ്. അവരെ ഒന്നും തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസിന്റെ ഒരു നിരീക്ഷണം നഗരത്തിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്. എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ സൗകര്യമെല്ലാം എല്ലായിടത്തുമുണ്ട്. ആംബുലൻസ്, എയർപോർട്ട് പോലുള്ള അത്യാവശ്യ സർവീസുകൾക്കൊക്കെ തടസ്സമില്ലാതെ തന്നെ അതും പ്രവർത്തിക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളൊക്കെ നിരത്തിലിറങ്ങുന്ന സാഹചര്യം തന്നെയാണ്. ആളുകൾ അങ്ങനെ വാഹനങ്ങൾ തടഞ്ഞു വെക്കുകയോ ആ രീതിയിലേക്ക് പ്രതിഷേധമൊന്നും തന്നെ കൊച്ചി നഗരത്തിൽ ഇതുവരേക്കൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുപോലെ എല്ലായിടങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചും സമര പരിപാടികളുമൊക്കെയാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കളക്ടറേറ്റിലുള്ള മാർച്ചും ഇന്ന് 11 മണിയോടുകൂടി തന്നെ നടക്കുകയും ചെയ്യും. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നടപടിക്കെതിരായിട്ടുള്ള സംഘടനകളുടെ സമരമാണ് കൊച്ചിയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോർട്ടിൽ നിന്നും ഇത് BSNL ഓഫീസിലേക്കാണ് ഈ മാർച്ച് പൊക്കോണ്ടിരിക്കുന്നത്, പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷമായിരിക്കും മുൻ ജില്ലാ സെക്രട്ടറി CN മോഹൻ, ചന്ദ്രൻപിള്ള ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുക. എന്തായാലും കൊച്ചി നഗരത്തെ സംബന്ധിച്ച് സ്വകാര്യ വാഹനങ്ങളൊക്കെ ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട്. KSRTC ബസ് അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് ഇന്ന് അവിടെ സർവീസ് നടത്താത്തതും. അതും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും വലിയ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യമൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ശ്രീജ, ശരി. കൊച്ചിയിൽ, എറണാകുളത്ത് സംയുക്ത സംഘടനകളുടെ, ഇടത് സംഘടനകളുടെ പ്രതിഷേധ മാർച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണിമുടക്ക് പൂർണ്ണമാണ് സംസ്ഥാനത്ത്. ഇപ്പോൾ തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിലുള്ള പ്രതിഷേധ
മാർച്ച് പുരോഗമിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് ചേർന്ന വിവരങ്ങളുമായി. അനുമോദ്, KSRTC കാര്യമായി ഇല്ലാത്ത സ്ഥലം, സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായി പണിമുടക്കുക കൂടി ചെയ്യുന്നതോടെ പൂർണ്ണമായും നഗരം ഒരു സ്തംഭിച്ച അവസ്ഥയിൽ തന്നെയാണ്. ശ്രീജ, മലപ്പുറം നഗരം പൂർണ്ണമായും ഈ ഒരു പണിമുടക്കിൽ സ്തംഭിച്ചിരിക്കുന്നു എന്ന് എല്ലാ അർത്ഥത്തിലും പറയാം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു. KSRTC സർവീസ് നടത്തുന്നില്ല. അപൂർവം സ്വകാര്യ വാഹനങ്ങൾ, കാറുകളും ബൈക്കുകളും മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. ഓട്ടോറിക്ഷകൾ നിരത്തിലിറങ്ങുന്നത് പ്രതിഷേധക്കാർ തടയുന്ന ഒരു കാഴ്ചയും നമ്മൾ സമയം മുമ്പ് കണ്ടു. അത്തരത്തിൽ ജനജീവിതത്തെ നേരിട്ട് തന്നെ ഈ ഒരു പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട് എന്നതാണ് മലപ്പുറത്ത് ഇത്രയും മണിക്കൂറുകൾ ഈ ഒരു പ്രതിഷേധ സമരം പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. സമയം മുൻപ് CITയുടെയും സംയുക്ത സമര സമിതിയുടെയും നേതൃത്വത്തിൽ ഇവിടെ നിന്നും പ്രതിഷേധ ജാഥയും ആരംഭിച്ചിട്ടുണ്ട്. ഏറെ വൈകാതെ മലപ്പുറം നഗരം വലം വെച്ച് അവർ ഇവിടെ എത്തും. ഇവിടെ KSRTCക്ക് മുമ്പിൽ ഒരുക്കിയിട്ടുള്ള വേദിയിൽ സമരത്തിൻ്റെ പ്രഖ്യാപനവും പ്രതിഷേധവും നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ പോലീസിൻ്റെ ഒരു സന്നാഹവും ഏതു സാഹചര്യത്തെയും നേരിടുവാൻ സജ്ജമായി നിർത്തിയിട്ടുണ്ട്. KSRTC ബസ്സുകൾക്ക് നേരെ ഒരു തരത്തിലും അതിക്രമം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുകയാണ് പോലീസ് ഇവിടെ ചെയ്യുന്നത്. നേരത്തെ 8:30 എറണാകുളത്തേക്ക് പുറപ്പെട്ട KSRTC ബസ് സമരക്കാർ തടഞ്ഞെങ്കിലും പോലീസ് അവരെ പിന്തിരിപ്പിച്ചിരുന്നു. സർവീസ് ആരംഭിച്ചിരുന്നു. 6 സർവീസുകൾ മാത്രമാണ് ഇന്ന് മലപ്പുറത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ നേരത്തെ പലപ്പോഴും തടഞ്ഞു നിർത്തി അവരോട് സംസാരിച്ചതിന് ശേഷം വിട്ടയക്കുന്ന തരത്തിലുള്ള സമീപനമാണ് സമരക്കാരിൽ നിന്നും കണ്ടിരിക്കുന്നത്. എന്നാണെങ്കിലും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം, ഹോട്ടലുകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന സാഹചര്യം, അത്തരത്തിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ സമരത്തിൻ്റെ അല്ലെങ്കിൽ സമരം ചെയ്യുന്നവരുടെ പ്രതിഷേധവും അവരുടെ ഒരുമിച്ചുള്ള സംഗമവും പ്രതിഷേധ സമ്മേളനവും ഒക്കെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ശ്രീജ. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ കൂടി ചേരുന്നു. സാരംഗ്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു സമയമാണിപ്പോൾ. 9:45 എന്നൊക്കെ പറയുമ്പോൾ നഗരം ഏറ്റവും തിരക്കേറിയ സജീവമാവുന്ന ഒരു അവസ്ഥയിലാണ്. എങ്ങനെയാണ് ഈ പണിമുടക്കിൽ ഈ ദിവസം ഈ സമയത്ത് തിരുവനന്തപുരം? തിരുവനന്തപുരത്തെ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഈ നഗരങ്ങളിലെ തിരക്ക് അത്യാവശ്യം സാധാരണ ദിനങ്ങളിലേക്കാൾ കുറച്ച് കുറവാണെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തടക്കം ജീവനക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് സ്വകാര്യ കമ്പനികളിലും മറ്റും ഇത്തരത്തിലുള്ള ജോലിക്കായി മറ്റും പോകുന്നവരുടെ തിരക്ക് നഗരത്തിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഈ ഒരു 9 മണി 10 മണി ഈ ഓഫീസ് ടൈം അനുബന്ധിച്ചുണ്ടാകുന്ന തിരക്ക്, അത്ര ട്രാഫിക് തിരക്കും മറ്റുമൊന്നും നമ്മളെ തിരുവനന്തപുരം നഗരങ്ങളിൽ ഇപ്പോൾ അധികം കാണാനില്ല. പക്ഷേ എന്നാലും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തും അങ്ങനെ സ്വകാര്യ വാഹനങ്ങൾ തടയുന്ന പശ്ചാത്തലമോ കാര്യങ്ങളോ ഒന്നുമില്ല. അക്രമ സംഭവങ്ങളൊന്നും തന്നെ നിലവിൽ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി 10 മണിയോടുകൂടി മന്ത്രി ശിവൻകുട്ടി ഈ ഒരു പണിമുടക്കിനെ പിന്തുണച്ചുകൊണ്ട് തൻ്റെ വസതിയിൽ നിന്നും CPIMൻ്റെ ഓഫീസിലേക്ക് നടന്നു പോകും എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഇന്ന് നടന്നു പോകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് ഡയസ്നോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജീവനക്കാർ എത്രത്തോളം എത്തുമെന്നുള്ളത് കണ്ടറിയണം. മാത്രമല്ല സെക്രട്ടേറിയറ്റിൽ സാധാരണ രീതിയിലുള്ള തിരക്ക് ഇന്ന് കാണാനില്ല. ഒപ്പം തന്നെ KSRTC ബസ്സുകൾ സർവീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. മുതിർന്ന ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സാരംഗാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് കൊല്ലത്തെ വിവരങ്ങളിലേക്ക് പോകാം. കൊല്ലത്ത് കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചു എന്നൊരു പരാതിയുണ്ട്. റിസർവേഷൻ ഉണ്ടായിരുന്നു. 4 പേര് റിസർവേഷൻ ഉണ്ട്. അതിലൊരാൾ കൊല്ലത്ത് നിന്ന് തന്നെയുള്ള ആളാണ്. അയാൾക്ക് റിസർവേഷനൊക്കെ എൻ്റർ ചെയ്തു. വണ്ടി പോകാനെടുത്തപ്പോൾ പോകാൻ സമ്മതിക്കാതെ കൊടികുത്തി യൂണിയൻകാർ മുമ്പിൽ നിൽക്കുകയാണ്. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയോ? ഡ്രൈവറെ ഒന്ന് വരട്ടി അതാക്കി ആൾ മാറിപ്പോയി നിൽക്കുകയാണ്. ഈ ഗതാഗത മന്ത്രി ഉൾപ്പെടെ KSRTC ബാധിക്കില്ല എന്ന് പറഞ്ഞതല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വന്നതാണ്. നമ്മൾ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണ്. വിനീഷ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, KSRTC കണ്ടക്ടർ ശ്രീകാന്തിന് മർദ്ദനമേറ്റു എന്നാണ് പരാതി. എന്താണ് അവിടെ സംഭവിച്ചത്?
ശക്തമായ സാഹചര്യമാണ് ഉള്ളത്. ജില്ലയുടെ പല KSRTC ബസ് സ്റ്റേഷനുകളിലും വാഹനങ്ങൾ തടഞ്ഞ സാഹചര്യം, KSRTC ബസ്സുകൾ തടഞ്ഞ സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പത്തനാപുരത്തും ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തിയില്ല. രാവിലെ കൊട്ടാരക്കരയിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങിയ കോട്ടയം ബസ് സമരാനുകൂലികൾ തടഞ്ഞിട്ട സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ കൊല്ലത്ത് മൂന്നാറിലേക്ക് സർവീസ് നടത്താൻ തുടങ്ങി ദീർഘദൂര സർവീസും തടഞ്ഞു. പക്ഷേ ഇവിടെ എല്ലാം നമുക്ക് യാത്രക്കാർ ഈ KSRTC ബസ് പ്രതീക്ഷിച്ച് വരുന്നതായിട്ടുള്ള ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാം വിജനമാണ്. സമരപ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ മിക്ക ബസ് സ്റ്റേഷനുകളിലും ഉള്ളത്. കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തേക്ക് സർവീസ് നടത്തിയ KSRTC ബസ്സിലെ കണ്ടക്ടർക്ക് മർദ്ദനമേറ്റു. ശ്രീകാന്തിനാണ് മർദ്ദനമേറ്റത്. ബസ്സിനുള്ളിൽ കയറി സമരാനുകൂലികൾ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊല്ലം പത്തനാപുരത്ത് ഒരു മരുന്ന് വിതരണ ഗോഡൌണിൽ സമരപ്രവർത്തകർ എത്തുകയും അവിടെ ഗോഡൌൺ അടപ്പിക്കുകയും ചെയ്തിരുന്നു. തെക്കൻ മേഖലകളിലേക്കെല്ലാം മരുന്നുകൾ വിതരണം ചെയ്യുന്ന അവരുടെ പ്രധാന ഗോഡൌൺ ആണ്, അത് അടപ്പിച്ചു. അതുപോലെ തന്നെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ, കുന്നിക്കോട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ സമരാനുകൂലികൾ കയറുകയും അവിടെ അടപ്പിച്ച സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. ഗേറ്റ് തുറക്കാൻ അനുവദിക്കാത്ത തരത്തിൽ CITU പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. ജീവനക്കാർ എത്തിയിട്ടും ഗേറ്റ് തുറന്നു കൊടുക്കാൻ കഴിയുന്നില്ല, തുറന്നു കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസും സമരപ്രവർത്തകരുമായി സംസാരിക്കുന്നു. എന്തായാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു. പണിമുടക്കം ശക്തമായി തുടരുന്ന സാഹചര്യമുണ്ട്. ശ്രീരാം. ശരി, കൊട്ടാരക്കരയിൽ നിന്ന് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി പത്തനംതിട്ടയിലെ വിവരങ്ങൾ. പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു കാഴ്ച ഇന്നത്തെ ദിവസം ശ്രദ്ധേയമായിരുന്നു. പത്തനംതിട്ട ഡിപ്പോയിലെ ഡ്രൈവർ ഷിബു തോമസ് ഹെൽമെറ്റ് ധരിച്ച് ബസ് ഓടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായി ഇപ്പോൾ എല്ലായിടത്തും നിറയുന്നത്. ശശിനാരായണന്റെ വിവരങ്ങളുമായി. ശശി, എങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിൽ പണിമുടക്ക് എത്രത്തോളം കാര്യമായി ബാധിച്ചിട്ടുണ്ട്? ഈ മലയോര മേഖലകളിലേക്കൊക്കെയുള്ള വാഹന സൗകര്യമൊക്കെ എങ്ങനെയുണ്ട്? അതിനിടയിലാണ് ഇങ്ങനെ ഒരു കാഴ്ച കൂടി കണ്ടത്. ശ്രീജ, തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. പണിമുടക്ക് ദിവസങ്ങളിൽ സാധാരണ എല്ലാ സമയങ്ങളിലും KSRTC ഡ്രൈവറാണ് ഷിബു തോമസ്. ഷിബു തോമസ് മിക്ക പണിമുടക്ക് ദിവസങ്ങളിൽ ഹെൽമറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതൊക്കെ വാർത്താ പ്രാധാന്യം നേടുന്ന ഒരു കാര്യമായിരുന്നു. ഇന്നും അത്തരത്തിൽ തന്നെ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ ചെയിൻ സർവീസിലെ ഡ്രൈവറാണ് ഷിബു തോമസ്. ഷിബു തോമസ് ഇന്നും പതിവുപോലെ ഈ KSRTCയിൽ ഒരു സർവീസ് മാത്രമാണ് പത്തനംതിട്ടയിൽ തുടങ്ങി രാവിലെ ആരംഭിച്ചത്. അത് അടൂര് വെച്ച് ഷിബു തോമസിന് വരുമ്പം സമരാനുകൂലികൾ അവിടെ വെച്ച് കൃത്യമായി ഷിബു തോമസിനെ തടയുകയും ബസ് തടഞ്ഞു നിർത്തുകയും ബസ്സിൽ ഇറക്കുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ സമരത്തെ പൊളിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെ സമര അനുകൂലികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത്തരത്തിൽ അദ്ദേഹം പിന്നീട് ബസ്സിൽ നിന്നും ഇറങ്ങി അവിടെ വെച്ച് സർവീസ് അവസാനിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഒരു സർവീസ് മാത്രമാണ് പത്തനംതിട്ടയിൽ നിന്നും ഈ പണിമുടക്ക് ദിവസമായി ഇന്ന് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ മലയോര മേഖലയിലുള്ള സർവീസുകളെല്ലാം പൂർണ്ണമായി സ്തംഭിച്ച ഒരവസ്ഥയുണ്ട്. എല്ലാ ഡിപ്പോകളിലും ഇതുപോലെ സമരാനുകൂലികൾ എത്തുകയും അടൂരും പത്തനംതിട്ടയും തിരുവല്ല അടക്കമുള്ള KSRTC ഡിപ്പോകളിൽ സമരാനുകൂലികൾ എത്തുകയും അവിടെ ബസ് തടയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. പൂർണ്ണമായി സമരം ശക്തമായ രീതിയിലാണ്. പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണമാണ്. അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ 10:30 തന്നെ പല സ്ഥലങ്ങളിലും സമരാനുകൂലികളുടെ പ്രതിഷേധ പ്രകടനം ഉണ്ടാവും, യോഗങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. ഈ സമരം പണിമുടക്ക് ഈ പത്തനംതിട്ട ജില്ലയിലെ ആളുകളെ സാരമായി ബാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഓഫീസിലേക്ക് പോകുന്നവർക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പോകുന്നത്. മറ്റ് മരണം, അതുപോലെ തന്നെ വിവാഹം തുടങ്ങിയ കാര്യങ്ങളുടെ വാഹനങ്ങളും തടയുന്ന രീതിയില്ല. പക്ഷെ പൂർണ്ണമായി കടകമ്പോളങ്ങളൊക്കെ പ്രവർത്തിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ സമരം പൂർണ്ണമായും പണിമുടക്ക് പൂർണ്ണമായും ജില്ലയിൽ ശക്തമാണ്, പൂർണ്ണമാണ്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. KSRTCയും ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. പലയിടത്തും സമരാനുകൂലികൾ റോഡിലിറങ്ങി ബസ് തടയുന്ന സാഹചര്യമാണ്. അതിനിടയിലാണ് പത്തനംതിട്ടയിൽ ഹെൽമെറ്റൊക്കെ ധരിച്ച് ഡ്രൈവർ ഇറങ്ങുന്നതും KSRTC കണ്ടക്ടർക്ക് മർദ്ദനമേറ്റു എന്ന വാർത്തകളുമൊക്കെ വരുന്നത്.